ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ ഏറ്റവും സ്പെഷ്യല്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. വേറൊന്നുമല്ല, സാമ്പാറാണ്. സാമ്പാർ ഇല്ലാത്തൊരു സദ്യയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ ഒരു സാമ്പാർ നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തന്നിരുന്നു. അത് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ. സദ്യക്കൊക്കെ നമുക്ക് അത്ര സമയമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പർ സാമ്പാറാണേ. അപ്പൊ എല്ലാവരും കണ്ടിട്ട് വായോ. അപ്പൊ ഞാൻ സാമ്പാർ പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. ജസ്റ്റ് കുറച്ചേ എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. ഒരു മൂടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. അപ്പത്തേനും പരിപ്പൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടട്ടെ കേട്ടോ. ഇനി പച്ചക്കറിയൊക്കെ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചക്കറി ആയിട്ട് പച്ചമുളക്, പിന്നെ വെള്ളരിക്ക, കുമ്പളങ്ങ, വഴുതനങ്ങ, വെണ്ടയ്ക്ക, പിന്നെന്ത് കായ ഐശ്വാണ് കേട്ടോ. പിന്നെ മുരിങ്ങക്കോല്, ചേന, ചേമ്പ്, നേന്ത്രക്കായ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ വെണ്ടയ്ക്ക, പിന്നെ ക്യാരറ്റ്, തക്കാളി, സവാള, ഉരുളൻകിഴങ്ങ് എല്ലാം, എന്തൊക്കെ പച്ചക്കറി നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം എടുക്കാം കേട്ടോ. ഞാൻ കുറേശ്ശെയാണ് എടുക്കുന്നത്, കാരണം എനിക്ക് ഒത്തിരി കഷ്ണങ്ങളൊന്നും, ഇവിടെ ആരും കഷ്ണങ്ങളൊന്നും കഴിക്കത്തൊന്നുമില്ല. ആ ചാറ് മാത്രമേ കഴിക്കത്തുള്ളൂ. എല്ലാ കഷ്ണങ്ങളും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതെല്ലാം ഞാനൊരു ക്യൂബ് കണക്കിന് അരിഞ്ഞെടുത്തു കേട്ടോ. ഇത്തിരി വലുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തു. തക്കാളിയും വെണ്ടയ്ക്കയും മാത്രം ഞാനൊന്ന് മാറ്റി വെച്ചു. ഇനി നമ്മൾ കുതിർത്താനിട്ട് പയറില്ലേ, ആ പയറും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത്, പിന്നെ ഒരു കട്ട കായവും കൂടി ഞാൻ ചേർത്തു കേട്ടോ. കായം കുറച്ച് മതി കേട്ടോ, ഒരുപാട് അങ്ങ് വേണ്ട. ഞാനിപ്പോൾ ഈ ചേർക്കുന്ന കട്ടക്കായ മാത്രമാണ് ചേർക്കുന്നുള്ളൂ. ഇനി വറുത്തും പൊടിച്ചൊന്നും ഇതിനകത്തോട്ട് കായം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇനി പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. കായത്തിൻ്റെ ഇത്രയും മാത്രം ചേർത്തിട്ട് നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുക്കറിൽ വിസിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കുവാണ് കേട്ടോ. ഒരു 4 വിസിലടിച്ച് കിട്ടിയാൽ മതി. ഇനി പരിപ്പൊക്കെ നല്ല വേവുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ അടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേക്കും ഞാൻ തക്കാളിയും വെണ്ടയ്ക്കും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. 2 തണ്ട് വേപ്പിലയും കൂടി ഞാൻ ഈ സമയത്ത് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കഷ്ണത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഈ വെണ്ടയ്ക്കും തക്കാളിയും ഒന്നും ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ, കാരണം ഇതെല്ലാം കുഴഞ്ഞു പോവും. എനിക്ക് വെണ്ടയ്ക്കും തക്കാളിയൊക്കെ കുറച്ചിങ്ങനെ ഒത്തിരി അങ്ങ് വേവാണ്ട് ഇങ്ങനെ നിൽക്കണം. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്, കാരണം ഒരു വളവളാന്ന് ഇങ്ങനെ ഇരിക്കും. എനിക്കത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ കഷ്ണമൊക്കെ ഒന്ന് വെന്തതിന് ശേഷമാണ് അതൊന്ന് തുറന്നിട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 2 വേപ്പിലയും ഞാൻ അങ്ങ് പിച്ചി അങ്ങ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം ഈ തക്കാളി വെണ്ടയ്ക്ക് അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ തക്കാളി ക്യൂബ് പോലെ അല്ല അരിയുക, ഒന്ന് നടുകെ കീറിയിട്ട് ഒന്ന് ചെരിച്ച് അരിഞ്ഞു കൊടുക്കുവാണ് കേട്ടോ പതിവ്. ഇനി നമുക്ക് വെറുതെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി വിസിലൊന്നും ഇടുന്നില്ല, വെറുതെ ഞാൻ ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊന്നും നമ്മൾ വേറെ ചേർത്തിട്ടില്ലല്ലോ, പൊടികളൊക്കെ ഒന്ന് വറുത്തിടാം. എൻ്റെ സ്ഥിരം ഇരുമ്പ് ചീഞ്ചിട്ട് ഞാനൊന്ന് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ സാമ്പാർ പൊടി, അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി എരിവ് ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഐഷു സാമ്പാറൊക്കെ ഒന്ന് കുറച്ച് കൂട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് ഒന്ന് ചൂടാക്കി കൊടുക്കണേ. ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കണം ആ സാമ്പാറിനകത്തേക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം തീ കുറച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ സാമ്പാർ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. തവി വെച്ചിട്ട് ഞെക്കി ഉടച്ചു കൊടുക്കരുത് കേട്ടോ. കഷ്ണമൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി വാരി കൊടുക്കാനേ പാടുള്ളൂ, കാരണം കഷ്ണം ഒന്നും ഉടഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതിനകത്തേക്ക് വറുത്തിടാം. അപ്പോൾ തീ അവിടെ തന്നെ ഇരിക്കട്ടെ, അടുപ്പിൽ തന്നെ അങ്ങനെ ഒന്ന് സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കട്ടെ കേട്ടോ. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയുടെ 1 തണ്ടും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന്. ഞാൻ കടുക് വറുക്കാനൊക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, കാരണം അതാവുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കടുക് വറുക്കുമ്പോൾ. ഇനി എന്തെങ്കിലും വറക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ കടുകൊക്കെ വറുക്കാനുള്ള എല്ലാ സാധനങ്ങളും ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി സാമ്പാറിലിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോഴും ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. കഷ്ണങ്ങളൊന്നും നമ്മൾ അവസാനം ഇട്ട തക്കാളിയും വെണ്ടയ്ക്കൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, അതങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് എന്നാൽ വെന്തും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ കടുകും കൂടി താളിച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി വെക്കുക.
ആ കടുക് താളിച്ച ചട്ടിയിലിട്ട് കുറച്ച് ചാറങ്ങ് ഒഴിച്ചിട്ട് ചുറ്റിച്ച് ഞാൻ ഇതിനകത്തോട്ട് തന്നെ ഒഴിക്കും കേട്ടോ. അതൊരു നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ആർക്കും കഷ്ണങ്ങളൊന്നും വേണ്ട. ഞാൻ സാധാരണ ഇത്രയും കഷ്ണങ്ങളൊന്നും ഇടാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് ഓണമൊക്കെ അല്ലേ, അതുകൊണ്ടാണ് ഇത്രയും കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉള്ള കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒരു സാമ്പാർ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഉള്ള എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ മതിയെന്നേ. ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് തൊടി തന്നെ ഉണ്ടാവുന്ന കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ 2-3 കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെയുള്ളതാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ ഞങ്ങൾ മേടിക്കും. എല്ലാവർക്കും ഈ ഒരു സാമ്പാറിന്റെ ഡിഷൊക്കെ ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു. ഐഷു ഇവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഡിസ്റ്റർബ് ആവുണ്ടെങ്കിൽ സോറി കേട്ടോ. അവളിപ്പോ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര ശല്യം. അപ്പൊ ഈ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു സദ്യ സൂപ്പർ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവര് ടാറ്റാ.